ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. വോട്ടെടുപ്പിനിടെ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി 2 ദിവസം മാത്രം. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടക്കം കുറിക്കും. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ രാജ്യത്തെ കർഷകർക്കും ബിസിനസ് സംരംഭകർക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാനായി ഇറാൻ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശം തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് ചൂടിന് നേരിയ ശമനം. ചൈനയിൽ നടക്കുന്ന AFC Under-17 ഏഷ്യൻ കപ്പിൽ ഇന്ത്യയ്ക്കിന്ന് ആദ്യ പോരാട്ടം. എതിരാളികൾ ഓസ്ട്രേലിയ. വാർത്തകൾ വിശദമായി. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി 2 ദിവസം മാത്രം. പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലവും മറ്റന്നാൾ അറിയാം. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഒരു റിപ്പോർട്ട്. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 43 ഇടങ്ങളിലായാണ് 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുക. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. EVM-കൾക്കായി ഒരു ഹാളിൽ 7 മുതൽ 14 വരെ മേശകൾ ക്രമീകരിക്കും. 8:15 ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. 3 മുന്നണികളും ശുഭപ്രതീക്ഷയിലാണ്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ മുന്നിലെത്താനായത് UDF-ന്റെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഭരണ തുടർച്ച ഉറപ്പെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പ്. വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് BJP. പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലും വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. അതിനിടെ വോട്ടെണ്ണലിനായി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായും അസിസ്റ്റന്റുമാരായും നിയമിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചു. ഇത് സംബന്ധിച്ച ഹർജി നേരത്തെ കൽക്കട്ട ഹൈക്കോടതി തള്ളിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ മറ്റന്നാൾ 6 പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. വോട്ടെടുപ്പിനിടെ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. സൌത്ത് 24 പർഗാനാസിലെ 2 മണ്ഡലങ്ങളിലായാണ് റീപോളിംഗ് ആരംഭിച്ചത്. വോട്ടിംഗ് മെഷീനിൽ ടേപ്പ് ഒട്ടിച്ചതടക്കം പരാതി ഉയർന്ന ഇടങ്ങളിൽ റീപോളിംഗ് നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ ഉത്തരവിട്ടിരുന്നു. സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ മഗ്രഹത് പശ്ചിമിൽ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ നിയമസഭാ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലും ഇപ്പോൾ റീപോളിംഗ് നടക്കുകയാണ്. പോളിംഗ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ പരാതികളിൽ കമ്മീഷൻ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടക്കം കുറിക്കും. ടെലി കമ്മ്യൂണിക്കേഷൻ വകുപ്പ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്നാണ് സംവിധാനം വികസിപ്പിച്ചത്. ദുരന്ത സാഹചര്യങ്ങളിൽ തത്സമയം വിവരങ്ങൾ മൊബൈലിലൂടെ ലഭ്യമാകും. സുനാമി, ഭൂകമ്പം, ഇടിമിന്നൽ എന്നിവയടക്കം ദുരന്ത സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം നാളെ മുതൽ രാജ്യവ്യാപകമായി ലഭിക്കും. 19 ഇന്ത്യൻ ഭാഷകളിൽ സന്ദേശങ്ങൾ ലഭ്യമാകും. ബുദ്ധപൂർണിമ ദിനത്തിൽ ലേയിലെ ചോ ഗ്ലാംസറിൽ ശ്രീബുദ്ധന്റെ വിശുദ്ധ തിരുശേഷിപ്പുകളുടെ പ്രദർശനവും ബുദ്ധപൂർണിമ ആഘോഷങ്ങളും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടുമുള്ള നിരവധി സത്യാന്വേഷകർക്ക് ജീവിത പുരോഗതി കൈവരിക്കാൻ ലഡാക്കിന്റെ മണ്ണിൽ നിന്നുള്ള സന്ദേശം കാരണമായിട്ടുണ്ടെന്ന് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ ശ്രീ അമിത് ഷാ പറഞ്ഞു. ലേയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബുദ്ധിസ്റ്റ് സ്റ്റഡീസിന്റെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന ഡയറി പ്ലാന്റിന്റെ തറക്കല്ലിടലും ആഭ്യന്തരമന്ത്രി നിർവഹിച്ചു. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ രാജ്യത്തെ കർഷകർക്കും ബിസിനസ് സംരംഭകർക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര ബന്ധം ശക്തമായ വളർച്ച കൈവരിച്ചതായും വ്യാപാരം $100 ബില്യൺ കവിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. ആഭരണങ്ങൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ്, കൃഷി തുടങ്ങിയ പ്രധാന മേഖലകളിലുള്ള വളർച്ച വ്യക്തമായ നേട്ടം നൽകുന്നുവെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. 2027 സെൻസസിന്റെ 1ാം ഘട്ടത്തിൽ ഭവന ലിസ്റ്റിംഗിനും ഭവന സെൻസസിനുമുള്ള പ്രവർത്തനങ്ങൾ ഊർജിതം. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ചണ്ഡീഗഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ ഇന്നലെ ആരംഭിച്ചു. മെയ് 30 വരെ പ്രക്രിയ തുടരുമെന്നും പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ വിവരശേഖരണത്തിനായി ഗൃഹസന്ദർശനം നടത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു.
2000 രൂപ നോട്ടുകളുടെ 98.47% തിരിച്ചെത്തിയതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കറൻസി മാനേജ്മെന്റ് നടപടികളുടെ ഭാഗമായി 2000 രൂപ നോട്ടുകൾ ക്രമേണ പിൻവലിക്കുന്നതായി 2023 മെയ് 19-നാണ് RBI പ്രഖ്യാപിച്ചത്. 2000 രൂപ നോട്ടുകൾക്ക് ഇപ്പോഴും നിയമപരമായ പ്രാബല്യമുണ്ടെന്ന് RBI വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാനായി ഇറാൻ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. ചർച്ചകളിൽ ഇറാൻ പുരോഗതി കാണിക്കുന്നുണ്ടെങ്കിലും മധ്യസ്ഥർ മുഖേന സമർപ്പിച്ച പുതിയ നിർദ്ദേശങ്ങളിലെ ചില നിബന്ധനകൾ അംഗീകരിക്കാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ നേതൃത്വത്തിൽ ഐക്യമില്ലെന്നും ട്രംപ് വിമർശിച്ചു. അതേസമയം ലബനനിൽ ഇസ്രായേൽ ആക്രമണം ശക്തമായി തുടരുകയാണ്. ടയർ നഗരത്തിലുണ്ടായ വ്യോമാക്രമണത്തിൽ 2 കുട്ടികളടക്കം 30 പേർ കൊല്ലപ്പെട്ടു. തിരിച്ചടിയായി ഇസ്രായേൽ സൈനികർക്കു നേരെ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തി. ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US കോൺഗ്രസിനെ അറിയിച്ചു. എന്നാൽ മേഖലയിൽ US സൈനിക സാന്നിധ്യം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ആരംഭിച്ച സൈനിക നടപടി നിയമപരമായ പ്രശ്നങ്ങൾ ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ നീക്കം. യൂറോപ്യൻ യൂണിയനുമേൽ 25% അധിക തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്പിൽ നിന്ന് US ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും ട്രക്കുകൾക്കുമാണ് പുതിയ തീരുവ. ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ സംസ്കരിച്ച ക്രൂഡ് ഓയിൽ കയറ്റുമതി രാജ്യമായി ഇന്ത്യ മാറിയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യം ഊർജ്ജ വിതരണം വൈവിധ്യവൽക്കരിക്കുക മാത്രമല്ല 60% LPG രാജ്യത്തിനുള്ളിൽ വിജയകരമായി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് സൂറത്തിൽ നടന്ന 3ാമത് വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും വർദ്ധിച്ചുവരുന്ന ചരക്കു ചെലവുകളും നിലനിൽക്കുമ്പോഴും രാജ്യത്തെ ഇന്ധനങ്ങളുടെ ചില്ലറ വിൽപ്പന വില സ്ഥിരത പുലർത്തുന്നതായി കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തുടനീളം LPGയുടെ പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും തടയുന്നതിനുള്ള നടപടികൾ തുടരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. വ്യാവസായിക LPG സിലിണ്ടർ ബുക്കിംഗുകൾ 98% വർദ്ധിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണ്. ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ വിമാനങ്ങൾ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ 2490 ഇന്ത്യൻ പൌരന്മാർക്ക് കരമാർഗം ഇറാനിൽ നിന്ന് പുറത്തുവരുന്നതിനുള്ള സൌകര്യം ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി മുഖേന ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ദോഹ, ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസ് പുനരാരംഭിച്ചു. ഞായർ, ചൊവ്വ ഒഴികെയുള്ള ദിവസങ്ങളിൽ ഇൻഡിഗോ ദോഹയിലേക്ക് സർവീസ് നടത്തും. ചൊവ്വാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ദുബായിലേക്ക് സർവീസ് നടത്തും. ബഹ്റിനിലേക്ക് ഈ മാസം 7-ന് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കും. വ്യാഴം, ശനി ദിവസങ്ങളിലാണ് ബഹ്റിനിലേക്കുള്ള സർവീസ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് ചൂടിന് നേരിയ ആശ്വാസമുണ്ട്. വിവിധ ജില്ലകളിൽ പകൽ സമയങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ചൈനയിൽ നടക്കുന്ന AFC Under-17 ഏഷ്യൻ കപ്പിൽ ഇന്ത്യ ഇന്ന് ആദ്യ പോരാട്ടത്തിനിറങ്ങുന്നു. കരുത്തരായ ഓസ്ട്രേലിയയാണ് എതിരാളികൾ. 2005-ന് ശേഷം ആദ്യമായാണ് ഈ വിഭാഗത്തിൽ ഇന്ത്യ ഏഷ്യൻ കപ്പിന് യോഗ്യത നേടുന്നത്. ഒരേ വർഷം 3 വിഭാഗത്തിലും യോഗ്യത നേടുന്ന അപൂർവ നേട്ടവും ഇന്ത്യൻ വനിതാ ഫുട്ബോൾ സ്വന്തമാക്കി. സീനിയർ ടീമും Under-20 ടീമും ഈ വർഷം ഏഷ്യൻ കപ്പിൽ പങ്കെടുത്തിരുന്നു. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വിജയലക്ഷ്യമായ 226 റൺസ് ഡൽഹി ക്യാപിറ്റൽസ് 19.1 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വോട്ടെടുപ്പിനിടെ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി 2 ദിവസം മാത്രം. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടക്കം കുറിക്കും. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ രാജ്യത്തെ കർഷകർക്കും ബിസിനസ് സംരംഭകർക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാനായി ഇറാൻ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശം തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് ചൂടിന് നേരിയ ശമനം. ചൈനയിൽ നടക്കുന്ന AFC Under-17 ഏഷ്യൻ കപ്പിൽ ഇന്ത്യയ്ക്ക് ഇന്ന് അഭിമാന പോരാട്ടം. എതിരാളികൾ ഓസ്ട്രേലിയ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.